തമ്പുരാനോ? എത്ര വിളിയാ വിളിച്ചെന്നതാണ് നേരെ. എവിടെയായിരുന്നു? എന്താ വിശേഷിച്ച്? ഇതാ അപ്പൊ കഥ. നാണുനാര് തന്നെ പറയണു, ഞാൻ ഇങ്ങോട്ടേക്കും വരണില്ല, കാര്യങ്ങളൊന്നും അന്വേഷിക്കണില്ല. എന്നാൽ ആ പരുവം തീർത്ത് കളയാം. ഇതുവഴി പോയപ്പോ ഒന്ന് കേറി. നന്നായിരിക്ക. കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിരുന്നല്ലോ. ജാനക്കുട്ടി ഇല്ലേ അകത്ത്? ജാനകി, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോളൂ. പച്ചവെള്ളം മതിയോ? പച്ചവെള്ളം അല്ലാതെ പിന്നെ നിന്റെ കഞ്ഞിവെള്ളം നമ്പരാ കുടിക്കോ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ജാനകിക്കുട്ടി ചോദിച്ച സ്ഥിതിക്ക് വെറും വെള്ളം ആക്കണ്ട. ഒരു കാപ്പിയാ കുടിച്ചത്. നാണുകാർക്കും ആവാ ഒരു ഗ്ലാസ്. എനിക്കിപ്പൊ കാപ്പി കുടിച്ചാൽ ശരിയാവില്ല. എന്നാ പിന്നെ എനിക്ക് മാത്രം മതി. നല്ല കടുപ്പത്തില്, നല്ല മധുരത്തില്. നാണുകാരെ, ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? ഒരു സമ്മതമൊക്കെ വേണ്ടേ? ആർക്ക്? രണ്ടുപേർക്കും കൂട്ടിക്കോളൂ. ഇതിലെന്താ എത്ര സങ്കോചപ്പെടാനുള്ളേ? നാണുകാർക്ക് എന്താ അതിന് മാത്രം പ്രായം ഒറ്റായോ? സംബന്ധം ചെയ്തില്ല വെച്ചാൽ ചെയ്തില്ലെന്നേ ഉള്ളൂ. പറ്റിയൊരെണ്ണല്ല വന്നു കയറണ വെച്ചാൽ എന്റെ ഒരു സ്വഭാവത്തിന് പറ്റില്ല. ആട്ടി പുറത്താക്കാന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അവകാശവും പറഞ്ഞു വരും. ഇവിടത്തെ പാവം പെണ്ണ വെള്ളത്തിലാവും. അതിന് ജാനകിക്കുട്ടിക്ക് ആവാമല്ലോ ഒരു സംബന്ധക്കാരനൊക്കെ. അതും ഈ പറഞ്ഞതുപോലെ തന്നെയാ. കൊള്ളാവുന്ന ഒരുത്തനല്ല വന്ന് കയറണമെന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക? ആ പാവം പെണ്ണിനെ പറഞ്ഞ് കുത്തിത്തിരിപ്പിച്ച് പിന്നെ കോടതിയായി, കച്ചേരിയായി, അവകാശം മേടിക്കലായി കിട്ടിയതുകൊണ്ട് അവനാ പോകും. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ഞാനാ വെള്ളത്തിലാവും. സ്വത്തിലും മുതലിലും ഒക്കെ എന്ത് കാര്യം എന്റെതാണ് നേരെ. ഈ ആയുസ് എന്ന് പറയണത് താന്ന് പറയണ നേരത്തേക്കേ ഉള്ളൂ. ചത്താല് ചീഞ്ഞു പോകാനുള്ളതായി ശരീരം. അതെ, ഈ കല്യാണസൂത്രത്തിന്റെ ഒരു രസം പിടികിട്ടാത്തതുകൊണ്ടാണ് നായര് സംബന്ധക്കാര്യം ഒരടന്തനായിട്ടെങ്കിൽ വിട്ടേക്കണേ. അതിന്റെ ഒരു രസം പിടികിട്ടാനുണ്ടല്ലോ, പിന്നെ സ്വത്തും വേണ്ട, മുതലും വേണ്ട, ഒന്നും വേണ്ട എന്ന് വെക്കും. നായർക്ക് ചുരുക്കത്തിൽ ഇതേവരെ ഈ വിഷയത്തിന്റെ ഒരു ചുറ്റുപാടുണ്ടായിട്ടില്ലവോ? ജാനകിക്കുട്ടി കേട്ടുള്ളൂ. രണ്ടുപേരുടെയും കാര്യം ഈ തമ്പുരാൻ ഏറ്റു. ആദ്യം ഓടപ്പറന്നോളുടെ, പിന്നെ ഓപ്പയുടെ. അങ്ങനെ ഉണ്ടോ ഒരു കാര്യം? രണ്ടുപേരെയും സംബന്ധം കഴിപ്പിച്ചിട്ടേ ബാക്കി കഥയുള്ളൂ.